ഒരുപാടായി ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ് വന്നത്. ഹിബ്രു റിപ്പോർട്ടാണ്. അഥവാ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാവിധ കണക്കുകൂട്ടലുകളും രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ഒരു പോയിന്റിലെത്താൻ വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. പറയപ്പെടുന്നത് പുതിയ കപ്പൽ വ്യൂഹം അമേരിക്കയിൽ നിന്നും ഇറാൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നുണ്ട്. അതിന് 5-6 ദിവസം എടുക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ. അത് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഹിബ്രു പത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആ കാര്യത്തിൽ വ്യക്തത വരാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് അവസാനിപ്പിക്കുന്ന ഒരു വാർത്തയാണുള്ളത്. 6-7 ദിവസമോ 5-6 ദിവസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സമയമെടുത്തുകൊണ്ട് ഒരു പുതിയ നീക്കം നടത്താൻ അമേരിക്ക തയ്യാറാകുമെന്നാണ്. ഇപ്പോൾ എല്ലാ ചർച്ചയും കഴിഞ്ഞ് നെതന്യാഹു ഇസ്രായേൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ മറ്റു മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം അവിടെ ആദ്യമായൊരു പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ടുള്ളത് ഈ അമേരിക്കയിൽ നിന്നും ഒരു തുടക്കം കുറിക്കുക എന്നതാണ്. അഥവാ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു അറ്റാക്ക് നടത്തുക. രണ്ടാമത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഒരു ശിലാഫലകം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപകം നടത്തുക എന്നതാണ്. നേരത്തെ അബ്രഹാം എടനാഴി എന്ന് പറയുന്നതിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു അപ്രഖ്യാപിതമായതോ അല്ലെങ്കിൽ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതോ ആയിട്ടുള്ള ഒരു സംഭവം നടപ്പിലാക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് 2026 തീരുന്നതിന് മുമ്പായിട്ട് നടപ്പിൽ വരിക എന്നാണ് അനോണിമസ് ആയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ മേൽ ഹിബ്രു പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഈ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഈ ലോകം ഒന്ന് മാറി വേറൊരു ലോകക്രമമായി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ എല്ലാ സമയവും കാത്തിരിക്കുകയാണ്. അവർ പറയുന്നത് അവസാന യുദ്ധത്തിനാണെങ്കിലും ഞങ്ങൾ തയ്യാറാണെന്നാണ്. അപ്പോൾ അമേരിക്കയുടെ ഒരു അവസാന യുദ്ധം അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അവരുടെ അജണ്ടകളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു പ്രസ്ഥാനം, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക, അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലെ എല്ലാ എണ്ണപ്പാടെങ്കിലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക. ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ വമ്പൻ ശക്തിയായിട്ട് അമേരിക്കയും ഇസ്രായേലും മാറും എന്നുള്ള കണക്കുകൂട്ടലുകളാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തുന്നു, മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ എല്ലാവിധ സാമ്പത്തിക ഉന്നമനത്തിനും ഈ ഒരു നീക്കം ഉപകാരപ്പെടുന്നു എന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കുക എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും അമേരിക്കയുടെ ഈ ഒരു യാത്രയിൽ നെതന്യാഹുവിന് നല്ല കോൺഫിഡൻ്റ് ആണെന്നുള്ളതാണ് ഈ പത്രത്തിൻ്റെ പ്രഖ്യാപനം. ഈ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുമ്പം അവസാനത്തെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുക എന്ന രൂപത്തിലേക്ക് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല ഒരു 6 മാസം കൊണ്ടോ തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ. എൻ്റെ കണക്കുകൂട്ടലുകളല്ല, യുദ്ധവിദഗ്ധരായിട്ടുള്ള ആളുകൾ എഴുതുന്ന ആർട്ടിക്കിളിൽ നിന്ന് ഈ രണ്ടും കൂടി സിങ്ക് ചെയ്തുകൊണ്ട് അവർ പറയുന്നത് ഇതൊരു കൊല്ലങ്ങളോളം നീങ്ങാൻ അല്ലെങ്കിൽ നീളാൻ സാധ്യതയുള്ള ഒരു യുദ്ധമായിട്ട് ഇതിനെ മാറാൻ സാധിക്കും അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ പറഞ്ഞു വെക്കുന്നത് ഈ വെനിസ്വേല പോലെ ഉള്ള ഒരു രാജ്യമല്ല, അതുകൊണ്ട് തന്നെ പെടുന്നൊരു അറ്റാക്ക് നടത്തി 3-4 മണിക്കൂറോ അല്ലെങ്കിൽ 5-10 ദിവസങ്ങൾ ഒരു ടാർഗറ്റ് ചെയ്ത ഒരു മേഖലകളിലൊക്കെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്ന് എല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാനൊന്നും ട്രംപിനോ നെതന്യാഹുവിനോ സാധിക്കില്ല. അവിടെ എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് അമേരിക്കക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നേരത്തെ മൊസാദിൻ്റെ ആളുകൾ വലിയ രൂപത്തിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയ അവരുടെ കടന്നുകയറ്റം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയം അവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് ഈ ഇറാന്. കാരണം ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചവരൊക്കെ ഒന്നുകിൽ പ്രത്യക്ഷമായിട്ടോ അല്ല പരോക്ഷമായിട്ടോ ഈ മൊസാദിൻ്റെ ആളുകളായിട്ട് വളരെ വലിയ അല്ലെങ്കിൽ ബന്ധമുള്ളവരായിരുന്നു. അതിൽ 4000 എന്നും 12,000 എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും ആളുകളെ കൊല ചെയ്യുകയും 20,000-ലേറെ 50,000 വരെ അതിനിടയ്ക്കുള്ള നമ്പറുകളെ ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം അവിടെയുള്ള ജോലികളൊക്കെ മൊസാദിന് അത്ര കണ്ട് സുഖകരമല്ലാത്ത രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഇറാനിൽ എന്തൊക്കെ ഒരു യുദ്ധത്തിൻ്റെ ഭാഗം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇവരെടുത്ത് പ്രയോഗിക്കും, എങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രതികരണം എന്നൊന്നും ഇപ്പം മൊസാദിൻ്റെ പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതത്ര കണ്ട് കിട്ടുന്നില്ല. അതിൻ്റെ സോഴ്സ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അതിൻ്റെ ചെയിൻ പൊട്ടിപ്പോയിരിക്കുന്നു എന്നതാണ്. അല്ല എങ്കിൽ നേരത്തെ തന്നെ ഒരു യുദ്ധവും അതോടൊപ്പം തന്നെ ഒരു 3-4
ആഴ്ച നീണ്ടു നിന്നാൽ അവിടെ യുദ്ധം അവസാനിപ്പിക്കുകയും വലിയൊരു മേൽക്കോയ്മ അമേരിക്ക പ്രഖ്യാപിക്കുകയും വെനസ്വേല പിടിച്ചെടുത്തതുപോലെ അവിടെയുള്ള എണ്ണപ്പാടങ്ങളും അവിടുത്തെ എല്ലാ സമ്പദ്ഘടനയും എല്ലാം ഇവരുടെ കരങ്ങളിലേക്കായിട്ട് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ അത് നടക്കാതെ പോയത് ഈ പ്രൊട്ടസ്റ്റ് അത്ര കണ്ട് പരാജയപ്പെടുകയും എല്ലാ പ്ലാനും തെറ്റിക്കുകയും ചെയ്തു. കാരണം ഇവരുടേതായിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി മുന്നിട്ട് നിന്നത്. പക്ഷേ പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ വലിയ ഒരു സഡൻ ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഇറാൻ ഭരണകൂടം IRGCയുടെ സഹായം തേടിയപ്പം എല്ലാ ആളുകളും ഒളിച്ചോട്ടം നടത്തുകയോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് ജയിലറകളിലേക്ക് അടക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊസാദിൻ്റെ ഇടപെടലുകൾ ഇപ്പോൾ ഇറാനിൽ അത്ര കണ്ടില്ല. പിന്നെ ഈ അടുത്തായിട്ട് 2 സ്ഫോടനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഒന്ന് പറയപ്പെടുന്നത് ആണവായുധം അത് ലോ ലെവലിൽ പരീക്ഷണം നടത്തി എന്നുള്ളതാണ്. മറ്റൊന്ന് തീ കത്തിയിട്ടുണ്ടായിരുന്നു, അത് ലീക്കേജ് ആണെന്ന്, അഥവാ ഗ്യാസ് ലീക്കേജ് എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കിയത്. അപ്പം മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം നിലവിൽ ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ ഒരു വ്യൂഹം കപ്പൽ കൂടി ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ കപ്പലാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് 6-7 ദിവസമാണ് വേണ്ടിവരിക. അതും ഇറാൻ്റെ അല്ലെങ്കിൽ പേർഷ്യൻ കടലിൻ്റെ ഭാഗമായി ചേരുമ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു ലോകക്രമം രൂപപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു തുടക്കമായിട്ട് അവിടെ തുടങ്ങി വെക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഹീബ്രു പത്രം റിപ്പോർട്ട് ചെയ്തത് ഒന്നുകിൽ നമ്മുടെ ആശങ്കയിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൃത്യമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. കാരണം വിദേശ മാധ്യമങ്ങളാണ് പറയുന്നത്. ഒരിക്കലും ഇറാനെ പുകഴ്ത്തി പറയാൻ അവർ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇറാൻ ഒന്ന് പൊന്തുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് താത്തിക്കെട്ടാനും അമേരിക്കയും ഇസ്രായേലും വളരെ വലിയ രൂപത്തിൽ ഇറാനെ അടിച്ച് തകർക്കാൻ വേണ്ടി ഇപ്പോഴും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള പാശ്ചാത്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതങ്ങനെ തന്നെ ഫോളോ അപ്പ് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ആകാം. എന്താണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ 6-7 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. എന്താ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, റമദാൻ വരുന്നുണ്ട്. റമദാനിക്കാണ് പലപ്പോഴും ഗാസയിലുള്ള രൂക്ഷമായ ആ ഒരു ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിട്ടത് ഇസ്രായേൽ. അതേപോലെ റമദാൻ്റെ തുടക്കകാലത്ത് ഇവർ വലിയ രൂപത്തിൽ മുസ്ലിം രാജ്യത്തിൻ്റെ മുകളിൽ കടന്നു കയറുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. കാരണം ഈ ലെവലിൽ 6-7 എന്ന് പറയുമ്പം ഏകദേശം റമദാനിലേക്കായി. അവിടെ തന്നെയാണ് ഈ കപ്പലുകൾ എത്തിച്ചേരുകയുള്ളൂ. അതിനത്രയും സമയമെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പം അവിടത്തേക്ക് അഥവാ റമദാനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു യുദ്ധം ഇവർ തുടങ്ങി വെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്താണെങ്കിലും പ്രാർത്ഥനകളാണ് നമുക്ക് ഏറ്റവും നന്നാകുക. ഹീബ്രു പത്രമാണെങ്കിലും അല്ലാത്ത പത്രമാണെങ്കിലും ഇനി എന്താണെങ്കിലും ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ഇവർ പോയ കാര്യം സക്സസ് ആണെന്നുള്ളതാണ് ഈ നെതന്യാഹു അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാക്കി ഇറക്കിയിട്ടുള്ളത്. അപ്പം ട്രംപ് എല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു. കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. കഴിഞ്ഞ ദിവസമാണല്ലോ വന്നത്. അപ്പം ഈ ഒരു കണ്ടീഷൻ ഒരാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും എന്നൊക്കെ വലിയ രൂപത്തിൽ എഴുത്തുകാരായിട്ടുള്ള ആളുകളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി നമുക്ക് ചാനലിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറഞ്ഞ ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് തകരും എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് തകരുമോ ഇല്ലയോ എന്ന ചോദ്യം ചില ആളുകളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അത്ര പെട്ടെന്ന് ഒന്നാകെ ഈ ഒരു ദിവസം മാറുന്നത് പോലെ സ്വിച്ച് ഇടുന്നത് പോലെ തകരുകയല്ല ചെയ്യുന്നത്. ഘട്ടം ഘട്ടമായിട്ട് അവരുടെ എല്ലാ മേഖലകളും അമേരിക്കയുടെ കരാളഹസ്തങ്ങൾ അവരുടെ ഭരണകൂടങ്ങളെയും മറ്റുമായിട്ട് സ്വാധീനിപ്പിച്ചുകൊണ്ട് അവിടെ എന്തൊക്കെയോ പേടിപ്പെടുത്തലുകളൊക്കെ നടത്തി അവർ ഡയറക്റ്റ് ഭരണം പിടിക്കാവുന്ന രൂപത്തിലേക്ക് ആക്കിയെടുക്കും. അതൊരു കൊല്ലം കൊണ്ട് സാധിക്കുമെന്ന് പറയുന്നു. 3 കൊല്ലം വരെ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് പറയുന്നു. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. 36 മാസവും 18 മാസവും ഒക്കെയാണ് പറയുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ ഉൾപ്പൊരുൾ എന്നുള്ളത് കാത്തിരുന്നാൽ അറിയുള്ളൂ. ഹീബ്രു പത്രത്തിൻ്റെ മുന്നോടി വന്നിട്ടുള്ള റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ താല്പര്യമുള്ളവർ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.